കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കണ്ട ഗ്രാമമാണ് പിണറായി. ഇന്ന് പിണറായി എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നത് വിജയനെയാണ്. മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയനെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന വിശേഷണം പിണറായി വിജയനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞു പോകും. ആ കസേരയിലേക്ക് എത്താൻ പിണറായി വിജയൻ നടന്നതത്രയും കനൽ വഴികൾ തന്നെയായിരുന്നു. ഊരിപ്പിടിച്ച വാളിനും ഉയർത്തിപ്പിടിച്ച കത്തിമുനകൾക്കും മുന്നിലൂടെ തന്നെയാണ് താൻ കടന്നു വന്നത് എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിന്റെ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റുകളുടെ കരളുറപ്പും അറിയാവുന്നവർക്ക് അതിലൊട്ടും അതിശയോക്തി തോന്നില്ല എന്നതാണ് സത്യം. കനൽ വഴികൾ താണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ തുടർച്ചയായി രണ്ടാം ഊഴവും ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ജീവിതം തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലിംഗ് സ്റ്റോറിയാണ്. ഇത് കണ്ണൂരിലെ പിണറായി ഗ്രാമം. ഇവിടെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ യോഗം നടന്നത്. ഇവിടെ ചെങ്കടിയുയർന്ന് അധിക വർഷം കഴിയും മുമ്പാണ് മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും 14ാമത്തെ മകനായി വിജയൻ ജനിക്കുന്നത്. പൊതുവെ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബം. അതിനൊപ്പം പിതാവിന്റെ അകാല മരണവും ചേർന്നപ്പോൾ വിജയന്റെയും സഹോദരങ്ങളുടെയും ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പഠനം നിർത്താൻ വീട്ടിലെ ദാരിദ്ര്യം വിജയനെ നിർബന്ധിച്ചു. അങ്ങനെ തലശ്ശേരിയിലെ പ്രശസ്തമായ ബ്രണ്ണൻ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് ചേരുന്നതിന് മുമ്പ് വിജയൻ കുറച്ചുകാലം കൈത്തറി നെയ്ത്ത് തൊഴിലാളിയായി. തുടർന്ന് അതേ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ BA പൂർത്തിയാക്കി. ഇക്കാലം അത്രയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ അംഗമായി. ഇതോടെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കഥ ആരംഭിക്കുന്നത്. KSF പ്രസിഡന്റായും സെക്രട്ടറിയായും പിണറായി വിജയൻ സേവനമനുഷ്ഠിച്ചു. കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു. വിവിധ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളിൽ പിണറായി വിജയൻ നേതൃപരമായ പങ്കുവഹിച്ചു. തന്റെ 24ാം വയസ്സിൽ CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 28ാം വയസ്സിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1986-ൽ അദ്ദേഹം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1988-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. 1970-ൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 1977, 1991, 96, 2016, 2021 വർഷങ്ങളിലെല്ലാം അദ്ദേഹം ഈ നേട്ടം ആവർത്തിച്ചു. ഓരോ തവണയും തന്റെ ഭൂരിപക്ഷം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 1975-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തായിരുന്നു CPM. അന്ന് പ്രതിപക്ഷ നിരയിലെ തീപ്പൊരി MLA-യാണ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് അന്ന് പിണറായി വിജയൻ ഇരയായത്. അടിയന്തരാവസ്ഥയിൽ ലോക്കപ്പിൽ താൻ നേരിടേണ്ടി വന്ന കൊടിയ പീഡനത്തെക്കുറിച്ച് പിന്നീട് നിയമസഭയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചത് അന്ന് ലോക്കപ്പിൽ ഒഴുകിയ തന്റെ രക്തത്തിൽ ചുവന്ന കീറിപ്പോയ ഷർട്ടുമിട്ടിട്ടായിരുന്നു. പിണറായി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മൂർച്ചയേറിയ വാക്കുകളേക്കാൾ ഭരണപക്ഷം അന്ന് ഭയന്നത് രക്തക്കറ മായാത്ത ആ വെള്ള ഷർട്ടിനെയായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ കൊല്ലപ്പെട്ടേക്കാം എന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി K. കരുണാകരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പറയാൻ പോലും ചങ്കൂറ്റം കാട്ടിയ പിണറായി വിജയൻ പാർട്ടിയിൽ കൂടുതൽ ശക്തനാവുകയായിരുന്നു. 1996-ലെ EK നായനാർ മന്ത്രിസഭയിൽ പിണറായി വിജയനെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽപ്പിച്ചു. വൈദ്യുതി ഉൽപ്പാദനത്തിലും വിതരണത്തിലും സംസ്ഥാനം വൻ പുരോഗതി കൈവരിക്കുകയും സ്വയം പര്യാപ്തതയിലേക്ക് കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്തത് ആ കാലഘട്ടത്തിലാണ്. ഇന്നും കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി മന്ത്രിമാരിൽ ഒരാളായി പിണറായി വിജയനെ അടയാളപ്പെടുത്തുന്നുമുണ്ട്. 1998-ൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയനെ പാർട്ടി നിയോഗിച്ചു. ഇതോടെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. പിന്നീട് കേരളം കണ്ടത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ശക്തമാക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പിണറായി വിജയനെയാണ്. മത്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിലും ഉദ്ദേശശുദ്ധിയിൽ മാപ്പു നൽകിൻ എന്ന കവിവചനം പിണറായി വിജയന് നന്നായി ചേരും. ആരെയും സുഖിപ്പിക്കാനായി എന്തെങ്കിലും പറയുന്ന നേതാവല്ല പിണറായി വിജയൻ. സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പിണറായി വിജയനെ വ്യത്യസ്തനാക്കുന്നതും അതുതന്നെയാണ്. നടുക്ക് വെച്ച് ഞൊറിഞ്ഞ് മുണ്ടെടുക്കുന്നതും പിണറായി വിജയന്റെ ശൈലിയാണ്. സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ധാരണയും അതിശയകരമായ സംഘടനാ വൈദഗ്ധ്യവും ഭരണ നൈപുണ്യവും ചേർന്ന് പാർട്ടിയിലും പൊതുജനങ്ങൾക്കിടയിലും പിണറായി വിജയനെ ഒരു ബ്രാൻഡാക്കി മാറ്റി. 2002-ൽ CPMന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പിണറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ. 2006-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2014-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പാർട്ടിയെ ഉജ്ജ്വല വിജയത്തിലേക്ക് നയിച്ചു.
2016 കേരളത്തിന്റെ 12ാമത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് പല കാരണങ്ങൾ കൊണ്ടും മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു. കോവിഡ് കാലത്ത് നടത്തിയ ഇടപെടലുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടനവധി പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുമുന്നണി അധികാരത്തിലേറിയത്. അപ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ മുന്നണിയിലോ പാർട്ടിയിലോ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഒരു നൂലിൽ കോർത്ത മുത്തുപോലെ കാലഗണനാക്രമത്തിൽ പറയാൻ കഴിയുന്നതല്ല പിണറായി വിജയന്റെ ജീവിതകഥ. പാർട്ടിയിൽ ശക്തമായ വിഭാഗീയത നിലനിന്ന കാലത്താണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാകുന്നത്. VS പക്ഷം പാർട്ടിയിലെ പ്രബല വിഭാഗമായിരുന്നു. എന്നാൽ VS അച്യുതാനന്ദൻ ഒഴികെ ഏതാണ്ട് എല്ലാ VS പക്ഷക്കാരെയും പിണറായി വിജയൻ തന്റെ പക്ഷത്തേക്ക് ചേർത്തിരുന്നു. ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് VSനൊപ്പം ഉറച്ചു നിന്നത്. എങ്കിലും പാർട്ടിയെ പൂർണ്ണമായും വിഭാഗീയതയിൽ നിന്നും മുക്തനാക്കാനും തന്റെ നിയന്ത്രണത്തിലാക്കാനും പിണറായി വിജയന് കഴിഞ്ഞിരുന്നു. വേട്ടയാടലുകളെ എന്നും അതിജീവിച്ച നേതാവാണ് പിണറായി വിജയൻ. അപ്പോഴെല്ലാം തനിക്ക് ഭയമില്ലെന്ന് തുറന്നു പറയാൻ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു. തന്റെ മടിയിൽ കനമില്ലാത്തതിനാൽ വഴിയിൽ ഭയമില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ ലൈൻ. മഹത് വചനങ്ങളെന്ന് ഭാവി വാഴ്ത്തിപ്പാടിയേക്കാവുന്ന നിരവധി പരാമർശങ്ങൾ പിണറായി വിജയൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബക്കറ്റിലെ കടൽ ജലത്തിന് പ്രഹരശേഷിയില്ലെന്ന് ഓർമ്മിപ്പിച്ചത് VS അച്യുതാനന്ദനെ ആയിരുന്നെങ്കിലും പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാ തലമുറകൾക്കും ബോധ്യപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉയർന്നു വന്ന ലാവ്ലിൻ കേസ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തെ പിടിച്ചുലച്ച ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമായിരുന്നിട്ട് കൂടി പിണറായി വിജയനെ കുടുക്കാനോ കിടുക്കാനോ കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് ഉൾപ്പെടെ നിരവധി കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പോലും ഇവയ്ക്കെല്ലാം ശക്തമായ നടപടിയുണ്ടാകും എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ മടിയിൽ കനമില്ലാത്ത പിണറായി വിജയൻ തെരുവിൽ ഭയമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ജനകീയനാകാൻ ഫാൻസി ഡ്രസ് നടത്താൻ മടിയില്ലാത്ത നേതാക്കളുടെ ഇടയിലാണ് നിലപാട് കൊണ്ടൊരു സാമ്രാജ്യം തീർത്ത് ജനകീയ ജനാധിപത്യത്തിനായി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പൊരുതുന്നത്.